ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ സരസ്വത്യൈ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നമ്മുടെ ഭഗവത്ഗീത പഠനത്തിന്റെ 8ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അർജുന വിഷാദ യോഗം എന്ന 1-ാം അധ്യായത്തിലെ 35 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇതുവരെ നാം കണ്ടത്. യുദ്ധത്തോടുള്ള അർജുനന്റെ ആ വൈമുഖ്യവും മാനസികമായ സംഘർഷവുമാണ് ഈ ശ്ലോകങ്ങളിലൂടെ വ്യാസാചാര്യർ വിവരിക്കുന്നത്. സ്വജനങ്ങളെയൊക്കെ ഇല്ലാതെയാക്കിയിട്ട് 3 ലോകത്തിന്റെ ആധിപത്യം ലഭിച്ചാൽ പോലും എനിക്കത് വേണ്ട എന്നാണ് 35-ാം ശ്ലോകത്തിൽ അർജുനൻ ഭഗവാനോട് പറയുന്നത്. ഈ ധൃതരാഷ്ട്രപുത്രന്മാരെ കൊന്നിട്ട് നമുക്ക് എന്ത് സന്തോഷമാണ് ലഭിക്കുക എന്ന് ചോദിക്കുന്നത് മുതൽ തുടർന്നുള്ള ശ്ലോകങ്ങൾ നമുക്ക് ഇപ്പോൾ കാണാം. ശ്ലോകം 36. നിഹത്യഥാർത്ഥരാഷ്ട്രാന്നഃ കാ പ്രീതി സ്യാജ്ജനാർദ്ദന പാപമേവാശ്രയേദസ്മാത് ഹത്വൈതാൻ ആതതായിനഃ. നിഹത്യഥാർത്ഥരാഷ്ട്രാന്നഃ കാ പ്രീതി സ്യാജ്ജനാർദ്ദന പാപമേവാശ്രയേദസ്മാത് ഹത്വൈതാൻ ആതതായിനഃ. ഹേ ജനാർദ്ദന, ഈ ധൃതരാഷ്ട്രപുത്രന്മാരെ കൊന്നിട്ട് നമുക്ക് എന്ത് സന്തോഷമാണ് ലഭിക്കുക? ഈ ആതതായികളെ, അതായത് അക്രമികളെ കൊല്ലുന്നതിലൂടെ പാപം മാത്രമേ നമുക്ക് ഫലമായി വരികയുള്ളൂ എന്നാണ് അർജുനൻ പറയുന്നത്. അർജുനൻ ചോദിക്കുകയാണ് ഭഗവാനോട്, കാ പ്രീതി സ്യാത് ജനാർദ്ദന, എന്ത് സന്തോഷമാണ് നമുക്ക് ലഭിക്കുക? തന്റെ ബന്ധുക്കളെയും സഹോദരങ്ങളെയും ഒക്കെ കൊന്നു നേടുന്ന രാജ്യഭരണം ഒരിക്കലും സന്തോഷം നൽകില്ലെന്നാണ് അർജുനൻ പറയുന്നത്. അങ്ങനെ നേടുന്ന വിജയം ദുഃഖം മാത്രമേ നൽകൂ എന്നാണ് അർജുനന്റെ അഭിപ്രായം. ആതതായിനഹ, ആതതായികൾ എന്നാൽ അക്രമികൾ എന്നാണ് അർത്ഥം. നമ്മുടെ ശാസ്ത്രപ്രകാരം 6 തരം അക്രമങ്ങൾ ചെയ്യുന്ന ആളുകളെ ആതതായികൾ എന്ന് വിളിക്കുന്നു. വീടിന് തീ വെക്കുന്നവർ, വിഷം കൊടുക്കുന്നവൻ, ആയുധവുമായി കൊല്ലാൻ വരുന്നവൻ, ധനം അപഹരിക്കുന്നവൻ, ഭൂമി തട്ടിയെടുക്കുന്നവൻ, മറ്റൊരാളുടെ ഭാര്യയെ അപഹരിക്കുന്നവൻ, ഇങ്ങനെ 6 തരം അക്രമങ്ങൾ ചെയ്യുന്നവരെയാണ് ആതതായികൾ എന്ന് പറയുന്നത്. പാണ്ഡവരുടെ നേരെ ഈ 6 കുറ്റങ്ങളും ചെയ്തവരാണ് കൗരവർ. അതുകൊണ്ട് ധർമ്മശാസ്ത്രപ്രകാരം ഇവരെ കൊല്ലുന്നത് തെറ്റല്ല, അതുകൊണ്ട് പാപവും ഉണ്ടാവുകയില്ല. പക്ഷേ അർജുനൻ ഇപ്പോൾ പറയുന്നത്, കൗരവർ തങ്ങളോട് ഈ അക്രമങ്ങളെല്ലാം ചെയ്തവരാണെങ്കിലും അവർ തന്റെ ബന്ധുക്കളായതുകൊണ്ട് അവരെ കൊല്ലുന്നത് വലിയ പാപമാണ്. ഇതാണ് അർജുനന്റെ വാദം. നീതിയേക്കാൾ ഉപരിയായി വ്യക്തിബന്ധങ്ങൾക്ക് അർജുനൻ ഇവിടെ മുൻഗണന നൽകുന്നു. അതാണ് പാപമേവാശ്രയേത്, പാപം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അർജുനൻ പറയുന്നത്. ജനാർദ്ദന, ഭഗവാനെ അർജുനൻ ജനാർദ്ദന എന്നാണ് വിളിക്കുന്നത്. ജനങ്ങളെ പാലിക്കുന്നവൻ, ജനങ്ങളോട് കരുണയുള്ളവൻ, അതായത് ആർദ്രമായ ഭാവമുള്ളവൻ, അതാണ് ജനാർദ്ദനൻ. ഈ ആർദ്രത അല്ലെങ്കിൽ കരുണയുള്ള കൃഷ്ണനോട് അർജുനൻ പറയുകയാണ് തന്റെ ബന്ധുക്കളെ കൊല്ലാൻ തനിക്കും കഴിയുന്നില്ല എന്ന്. ഇനി ശ്ലോകം 37 കാണാം. തസ്മാന്നാർഹാവയം ഹന്തും ധാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിനഃ സ്യാമ മാധവ. തസ്മാന്നാർഹാവയം ഹന്തും ധാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിനഃ സ്യാമ മാധവ. അതുകൊണ്ട് നമ്മുടെ ബന്ധുക്കളായ ഈ ധൃതരാഷ്ട്രപുത്രന്മാരെ കൊല്ലുന്നത് നമുക്ക് ഉചിതമായ കാര്യമല്ല. ഹേ മാധവ, സ്വന്തം ബന്ധുക്കളെ അല്ലെങ്കിൽ സ്വജനങ്ങളെ കൊന്നിട്ട് നമുക്ക് എങ്ങനെയാണ് സുഖമായിരിക്കാൻ കഴിയുക? ഇതാണ് അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നത്. തസ്മാത് ന അർഹാ വയം ഹന്തും,
അതുകൊണ്ട് നമ്മൾ അവരെ കൊല്ലാൻ യോഗ്യരല്ല. താൻ ഇതുവരെ നിരത്തിയ കാരണങ്ങൾ കൊണ്ട് ഈ യുദ്ധം ഉചിതമല്ല എന്ന് അർജുനൻ ഉറപ്പിക്കുകയാണ്. കൗരവർ എത്ര ക്രൂരത കാട്ടിയവരാണെങ്കിലും അവരെ കൊല്ലുന്നത് നീതിക്ക് നിരക്കുന്നതല്ലെന്ന് അർജുനൻ പറയുകയാണ്. ധാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ, ധൃതരാഷ്ട്രപുത്രന്മാരായ നമ്മുടെ ബന്ധുക്കളെ, ഇവിടെ ശത്രുക്കൾ എന്നതിന് പകരം കൗരവരെ സ്വന്തം ആൾക്കാർ അല്ലെങ്കിൽ സ്വബാന്ധവാൻ, നമ്മുടെ സ്വന്തം ബന്ധുക്കൾ എന്നാണ് അർജുനൻ പ്രയോഗിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ അർജുനൻ അവരെ കാണുന്നത്. ഈ മമതയാണ് അർജുനനെ യുദ്ധം ചെയ്യുവാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. സ്വജനം ഹി കഥം ഹത്വാ സുഖിനഃ സ്യാമ, സ്വജനങ്ങളെ കൊന്നിട്ട് എങ്ങനെ സുഖമായിരിക്കും? ബന്ധുക്കളെ കൊന്നു നേടുന്ന രാജ്യം സന്തോഷത്തിന് പകരം എപ്പോഴും കുറ്റബോധം മാത്രമേ നൽകൂ എന്ന് അർജുനൻ ഭയപ്പെടുന്നു. ആ അധികാരവും രാജ്യവും എല്ലാം നിരർത്ഥകമാണെന്ന് അയാൾ ഇപ്പോൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ മുതൽ അർജുനന്റെ സ്വജന ചിന്ത കൂടിക്കൂടി വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ധൃതരാഷ്ട്രപുത്രന്മാർ ആദതായികളാണെങ്കിൽ കൂടി, അക്രമം ചെയ്തവരാണെങ്കിൽ കൂടി അവർ സഹോദരന്മാരല്ലേ, സഹോദരങ്ങളെ കൊല്ലുന്നത് പാപമല്ലേ? ഇങ്ങനെയുള്ള ന്യായീകരണങ്ങൾ അർജുനൻ തുടരുകയാണ്. ഇതുവരെ രാഗവും ശോകവുമാണ് അർജുനനെ തളർത്തിയിരുന്നതെങ്കിൽ ഇവിടെ നിന്നങ്ങോട്ട് മോഹം അല്ലെങ്കിൽ വിഭ്രാന്തി, ഡെലൂഷൻ കൊണ്ട് അർജുനൻ പരവശനാകുന്നതാണ് ഇനി നാം കാണാൻ പോകുന്നത്. അടുത്ത 2 ശ്ലോകങ്ങൾ 38ഉം 39ഉം ഒരുമിച്ച് വായിക്കാം. ശ്ലോകം 38. യദ്യപ്യേതേന പശ്യന്തി ലോഭോപഹത ചേതസഃ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം. യദ്യപ്യേതേന പശ്യന്തി ലോഭോപഹത ചേതസഃ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം. ശ്ലോകം 39. കഥം ന ജ്ഞേയമസ്മാഭിഃ പാപാദസ്മാന്നിവർത്തിതും കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ഭിർജനാർദന. കഥം ന ജ്ഞേയമസ്മാഭിഃ പാപാദസ്മാന്നിവർത്തിതും കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ഭിർജനാർദന. ഹേ ജനാർദന, അത്യാഗ്രഹം അല്ലെങ്കിൽ ലോഭം അതുകൊണ്ട് ബുദ്ധി നശിച്ച ഇവർ എന്ന് പറഞ്ഞാൽ കൗരവർ ഒരു കുലത്തെ നശിപ്പിക്കുന്നതിലെ ദോഷമോ മിത്രങ്ങളെ ദ്രോഹിക്കുന്നതിലെ പാപമോ കാണുന്നില്ലായിരിക്കാം. എന്നാൽ കുലനാശം വരുത്തി വെക്കുന്ന വലിയ ദോഷത്തെക്കുറിച്ച് നന്നായി അറിയാവുന്ന നമ്മൾ ഈ പാപകർമ്മത്തിൽ നിന്ന് എന്തുകൊണ്ട് പിന്മാറിക്കൂടാ? ഇതാണ് ഇപ്പോൾ അർജുനൻ ചോദിക്കുന്നത്. ലോഭോപഹത ചേതസഃ, അത്യാഗ്രഹം കൊണ്ട് അന്ധരായവർ. കൗരവർക്ക് രാജ്യത്തോടുള്ള അമിതമായ ആഗ്രഹം കാരണം അവർക്ക് ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവർ മിത്രദ്രോഹം അഥവാ സുഹൃത്തുക്കളെ ദ്രോഹിക്കൽ ചെയ്യുന്നതിൽ തെറ്റൊന്നും കാണുന്നില്ലെന്ന് അർജുനൻ പറയുന്നു. കുലക്ഷയകൃതം ദോഷം, കുലം നശിക്കുന്നതിലെ ദോഷം. ഒരു യുദ്ധമുണ്ടായാൽ ആ കുടുംബത്തിലെ പുരുഷന്മാരെല്ലാം കൊല്ലപ്പെടും. ഇത് ആ കുലത്തിന്റെ പാരമ്പര്യത്തെയും ധർമ്മത്തെയും തകർക്കും. ഈ വലിയ അപകടത്തെക്കുറിച്ചാണ് അർജുനൻ പറയുന്നത്. കുലക്ഷയകൃതം ദോഷം. അറിവുള്ളവരുടെ ഉത്തരവാദിത്തമാണ് അർജുനനോട് ചൂണ്ടിക്കാണിക്കുന്നത്. ശത്രുക്കൾക്ക് അറിവില്ലാത്തതുകൊണ്ട് അവർ തെറ്റ് ചെയ്തേക്കാം. പക്ഷേ അറിവുള്ള നമ്മൾ, അതായത് പാണ്ഡവർ, അതേ തെറ്റ് ആവർത്തിക്കരുതല്ലോ. പാപമാണെന്ന് അറിഞ്ഞുകൊണ്ട് യുദ്ധത്തിന് മുതിരുന്നത് ശരിയല്ലെന്നാണ് അർജുനന്റെ വാദം. ലോഭമതികളായ ദുര്യോധനാദികൾ അവിവേകികളാണെന്ന് പരക്കെ അറിയാം. മറ്റുള്ളവരുടെ രാജ്യവും ധനവും എല്ലാം കൈക്കലാക്കിയവരുമാണ് അവർ. അവരുടെ അറിവില്ലായ്മ ധാർമ്മിക മൂല്യമറിയുന്ന നമ്മൾ കാണിക്കുന്നത് ശരിയാണോ? യുദ്ധം കൊണ്ടുണ്ടായേക്കാവുന്ന കുലക്ഷയത്തെക്കുറിച്ചും പരിണിത ഫലങ്ങളെക്കുറിച്ചും അറിയുന്ന നമ്മൾ അതിൽ നിന്നും പിൻവാങ്ങാതിരിക്കുന്നത് എങ്ങനെയാണ്? ഇത് കൃഷ്ണന് പോലും മനസ്സിലാകുന്നില്ലേ എന്ന മട്ടിലാണ് അർജുനൻ സംസാരിക്കുന്നത്.
സൂക്ഷ്മമായി നോക്കിയാൽ അർജുനന്റെ ധർമ്മചിന്ത സ്വന്തം ബന്ധുക്കളെയും കുലത്തെയും തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതായി കാണാം. മനുഷ്യന്റെ അഹങ്കാരത്തെയും മമകാരത്തിന്റെയും ഒക്കെ ഒരു മർമ്മമാണ് വ്യാസാചാര്യൻ അർജുനന്റെ ഈ മോഹപാരവശ്യത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഇത് അർജുനന്റെ മാത്രം പ്രശ്നമായി നാം കാണരുത്. മനുഷ്യരാശിയുടെ മുഴുവൻ പ്രശ്നമാണ്. നമ്മുടെ മനസ്സ് കലുഷിതമാകുമ്പോൾ അത് ബുദ്ധിയെ മറയ്ക്കുന്നു. എപ്രകാരമാണോ സൂര്യന്റെ ചൂടുകൊണ്ട്, സൂര്യതാപത്താൽ സമുദ്രജലം നീരാവിയായി കാർമേഘമായി സൂര്യനെ തന്നെ മറയ്ക്കുന്നത്, അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിന്റെ വൈകാരിക തലത്തിലുണ്ടാകുന്ന ചിന്തകൾ ഘനീഭവിച്ച് ഇരുട്ടായി ബുദ്ധിയെ മറയ്ക്കുന്നു. അപ്പോൾ തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള കഴിവ് നശിക്കുന്നു. എന്നാൽ കുറേ സമയം കഴിയുമ്പോൾ, മനസ്സൊന്ന് ശാന്തമാകുമ്പോൾ വീണ്ടും ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് കൃഷ്ണൻ ഈ സമയത്ത് മറുപടി ഒന്നും പറയാതിരിക്കുന്നത്. അനുകമ്പാപൂർവം അർജുനനെ കേൾക്കുക മാത്രമാണ് ചെയ്യുന്നത്. യുദ്ധത്തിന്റെ പരിണിത ഫലമായി വന്നു ചേരാവുന്ന കുലക്ഷയം എന്ന സർവനാശത്തിന്റെ ദാരുണമായ ഒരു ചിത്രമാണ് അർജുനൻ ഇപ്പോൾ കൃഷ്ണന്റെ മുമ്പിൽ വരച്ചു കാട്ടുന്നത്. ഈ സന്ദർഭത്തിൽ ഒരു കാര്യം നാം ഓർക്കണം. ഇവിടെ മോഹത്താൽ ബുദ്ധിമാന്ദ്യം സംഭവിച്ചിരിക്കുന്ന അർജുനനാണ് കുലക്ഷയത്തെ കുറിച്ച് പറയുന്നത്. ഈ തത്വശാസ്ത്രങ്ങളൊന്നും അർജുനന് നേരത്തെ തോന്നിയിരുന്നില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ യുദ്ധത്തിന് വളരെ മുൻപ് തന്നെ ഇതൊക്കെ ആലോചിക്കാമായിരുന്നല്ലോ. അതുകൊണ്ടാണല്ലോ എല്ലാം അറിയുന്ന ഭഗവാൻ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ശാന്തിദൂതുമായി ദുര്യോധനാദികളുടെ അടുത്ത് വരെ പോയത്. കുലക്ഷയത്തെ കുറിച്ചുള്ള അർജുനന്റെ വേവലാതി തന്നെയാണ് അടുത്ത ശ്ലോകങ്ങളിലും പറയുന്നത്. നമ്മൾക്ക് കാണാം. ശ്ലോകം 40. കുലക്ഷയേ പ്രണശ്യന്തി കുലധർമാത് സനാതനാഃ ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണം അധർമ്മോഭിഭവത്യുത. കുലക്ഷയേ പ്രണശ്യന്തി കുലധർമാത് സനാതനാഃ ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണം അധർമ്മോഭിഭവത്യുത. ശ്ലോകം 41. അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രിയഃ സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായതേ വർണ്ണസങ്കരഃ. അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രിയഃ സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായതേ വർണ്ണസങ്കരഃ. യുദ്ധത്തിന്റെ ഫലമായി കുലങ്ങൾ നശിച്ചാൽ പരമ്പരയാ അനുവർത്തിച്ചു പോന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കാൻ ആളില്ലാതെ വരും. കുലധർമ്മം നശിക്കും. മൂല്യങ്ങൾ നശിച്ച് അധർമ്മം വിജയിച്ച് പരിലസിക്കും. അധർമ്മം വിളയാടുമ്പോൾ കുലസ്ത്രീകൾ ദുഷിച്ചു പോകും. കുട്ടികൾ അനാഥരാകും. വർണ്ണസങ്കരം സംഭവിക്കും. അധർമ്മികളായ ദുര്യോധനനും കൂട്ടർക്കും ഇതൊന്നും അറിയില്ല. ധർമ്മിഷ്ഠരായ ഞങ്ങൾ ഇത് മറക്കാമോ എന്നാണ് അർജുനന്റെ പക്ഷം. ഇവിടെ വർണ്ണസങ്കരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ സംസ്കാരമനുസരിച്ച് ഓരോ കുലത്തിനും അവരവരുടെ പാരമ്പര്യത്തിൽ വേരൂന്നിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മപാതയും ഉണ്ടാകും. ജനങ്ങൾ സ്വധർമ്മത്തിൽ നിന്നും അവരവരുടെ കർമ്മതലത്തിൽ നിന്നും വ്യതിചലിക്കുകയും കർമാനുഷ്ഠാനങ്ങൾ തുടരുവാൻ ധർമ്മനിഷ്ഠരായ ആളുകൾ ഇല്ലാതെ വരികയും ചെയ്താൽ കുലധർമ്മം നശിച്ച് കുലം അന്യം നിന്നു പോകുന്ന സാഹചര്യം ഉണ്ടായേക്കാം. അതിനെക്കുറിച്ചാണ് അർജുനൻ ആകാംക്ഷപ്പെടുന്നത്. ഈ മഹായുദ്ധത്തിൽ രാജ്യരക്ഷകരായ സൈനികർ മുഴുവനും മരിക്കാനിടയുണ്ട്. അവരുടെ വിധവകൾക്ക് മൂല്യച്യുതി സംഭവിച്ചേക്കാം. പിന്നെ അധർമ്മവും അനാചാരങ്ങളും കൂടുതലാകും. ഹേ വാർഷ്ണേയ, വൃഷ്ണികുലജാതനായ കൃഷ്ണ എന്ന ഈ സംബോധന കൊണ്ട് ഭഗവാനെ, അങ്ങയ്ക്കും ഒരു കുലമുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങയ്ക്ക് മനസ്സിലാകുമല്ലോ എന്ന സൂചനയാണ്. ഇനി അർജുനൻ തുടർന്ന് പറയുകയാണ്. ശ്ലോകം 42. സങ്കരോ നരകായൈവ
കുലഘ്നാനാം കുലസ്യ ച പതതി പിതരോ ഹ്യേഷാം ലുപ്തപിണ്ഡോദകക്രിയാഃ സങ്കരോ നരകായൈവ കുലഘ്നാനാം കുലസ്യ ച പതന്തി പിതരോ ഹ്യേഷാം ലുപ്തപിണ്ഡോദകക്രിയാഃ. ഇതിന്റെ പ്രത്യാഘാതം കുലത്തെ നശിപ്പിക്കുന്നവർക്കും ഭാവി തലമുറകൾക്കും നരകഗതിയായിരിക്കും കൊടുക്കുക. മാത്രവുമല്ല, കുലനാശം വരുത്തിയവരുടെ പിതൃക്കൾ തർപ്പണം ചെയ്യാൻ ആളില്ലാതെ പിതൃലോകത്തു നിന്നും താഴേക്കു പതിക്കാൻ ഇടവരും. പൂർവികന്മാരെ കുറിച്ചുള്ള ശ്രദ്ധയും ആദരവും ഒക്കെ അപ്രസക്തമായി പോവുകയും ചെയ്യും. ഇവിടെ നമ്മൾക്ക് കാണാം, ഈ മഹായുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഓർത്തിട്ട് അർജുനന്റെ ചിന്തകൾ എവിടേക്കെല്ലാമാണ് പോകുന്നത് എന്ന്. 41 ശ്ലോകത്തിൽ കണ്ട പ്രത്യാഘാതത്തെ കുറിച്ച് തന്നെയാണ് അർജുനൻ തുടർന്നും പറയുന്നത്. വർണ്ണസങ്കരം എന്ന ആ പുരുഷന്മാർ കൊല്ലപ്പെടുന്നതോടെ സ്ത്രീകൾക്ക് സംരക്ഷണമില്ലാതാവുകയും അവരുടെ ആ സമൂഹത്തിലെ അച്ചടക്കവും ധർമ്മവും എല്ലാം നശിക്കാൻ കാരണമാകുകയും ഒക്കെ ചെയ്യുന്നതിനെ കുറിച്ച് അർജുനൻ വീണ്ടും പറയും. അവരെ കുറിച്ച് മാത്രമല്ല, അർജുനൻ ഇപ്പോൾ പറയുന്നത് പിതൃക്കളുടെ ഗതിയെ കുറിച്ചാണ്. നമ്മുടെ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് മരിച്ചുപോയ അല്ലെങ്കിൽ ആ പിതൃക്കൾക്ക് ജീവിച്ചിരിക്കുന്ന ആൾക്കാർ പിണ്ടവും ജലവും നൽകി ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യണം. കുലം നശിക്കുന്നതോടെ ഈ കർമ്മങ്ങൾ ചെയ്യാൻ ആരുമില്ലാതാകുന്നു. ഇത് പിതൃക്കളുടെ മോക്ഷത്തെ ബാധിക്കുമെന്നാണ് അർജുനൻ പറയുന്നത്. അങ്ങനെ ധർമ്മം നശിച്ച കുലത്തിൽ ജനിക്കുന്നവരും കുലം നശിപ്പിച്ചവരും ഒക്കെ നരകത്തിലേക്ക് പോകേണ്ടി വരുമെന്ന് അർജുനൻ ഭയപ്പെടുന്നു. കേവലം ഈ രാജ്യത്തിനു വേണ്ടിയുള്ള മഹായുദ്ധത്തിൽ എന്തെല്ലാം നഷ്ടങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് അർജുനൻ ആലോചിക്കുകയാണ്. അത് വരാനിരിക്കുന്ന തലമുറകളുടെയും മരിച്ചുപോയ പിതൃക്കളുടെയും ഒക്കെ നാശത്തിന് കാരണമാകുന്നു എന്നോർക്കുമ്പോൾ അർജുനന് അതിയായ ഭയമാണ് ഉണ്ടാകുന്നത്. തുടർന്ന് 43 ശ്ലോകം കാണാം. ദോഷൈരേതേ കുലഘ്നാനാം വർണ്ണസങ്കരകാരകൈഃ ഉത്സാദ്യന്തേ ജാതിധർമാഃ കുലധർമാശ്ച ശാശ്വതാഃ. ദോഷൈരേതൈ കുലഘ്നാനാം വർണ്ണസങ്കരകാരകൈഃ ഉത്സാദ്യന്തേ ജാതിധർമാഃ കുലധർമാശ്ച ശാശ്വതാഃ. കുലധർമ്മവും ജാതിധർമ്മവും എല്ലാം നശിച്ചാൽ സമൂഹത്തിന്റെ ആകെ തകർച്ചയ്ക്ക് കാരണമാകും. അതുകൊണ്ട് ഈ യുദ്ധം അതിയായ നാശങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നതിനെ കുറിച്ച് തുടർന്നും പറയുകയാണ്. കുലധർമ്മം എന്നാൽ ഓരോ കുടുംബത്തിനും പാരമ്പര്യമായി പകർന്നു നൽകുന്ന ആചാരങ്ങളും മൂല്യങ്ങളും ഒക്കെയുണ്ട്. യുദ്ധത്തിൽ മുതിർന്നവരും ജ്ഞാനികളും എല്ലാം കൊല്ലപ്പെടുമ്പോൾ ഈ ധർമ്മങ്ങൾ അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ ആരുമില്ലാതെയാകുന്നു. അങ്ങനെ ആ കുലധർമ്മം നശിക്കാനിടയാകുന്നു. അതേപോലെ തന്നെ ജാതിധർമ്മം, സമൂഹത്തിലെ ഓരോ വിഭാഗവും പുലർത്തേണ്ട കടമകളും ഡിസിപ്ലിനും ഒക്കെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അധർമ്മം പടരുമ്പോൾ ഈ സാമൂഹിക ഘടന തന്നെ തകരുകയും അരാജകത്വം ഉണ്ടാവുകയും ചെയ്യുമെന്ന് അർജുനൻ ഭയപ്പെടുകയാണ്. ഇങ്ങനെ ശാശ്വതമായ അല്ലെങ്കിൽ സനാതനമായ മൂല്യങ്ങൾ നശിക്കുന്നത് ഒരു വലിയ പാപമാണെന്നും അത് സമൂഹത്തിന്റെ ആകെ തകർച്ചയ്ക്ക് കാരണമാകുമെന്നുമാണ് അർജുനന്റെ വാദം. ചുരുക്കത്തിൽ യുദ്ധം വ്യക്തികളെ മാത്രമല്ല നശിപ്പിക്കുന്നത്, മറിച്ച് ഒരു സമൂഹത്തിന്റെ തന്നെ അല്ലെങ്കിൽ ആ ഒരു സംസ്കാരത്തിന്റെ തന്നെ പാരമ്പര്യത്തെയാണ് നശിപ്പിക്കുന്നതെന്ന് അർജുനൻ പരിതപിക്കുകയാണ്. ഇങ്ങനെ ഈ മഹായുദ്ധം കൊണ്ടുണ്ടാകാവുന്ന കുലനാശത്തെക്കുറിച്ചും അതുകൊണ്ടുണ്ടാകാവുന്ന പാപത്തെക്കുറിച്ചും എല്ലാം ഓർത്തിട്ടുള്ള അർജുനന്റെ വേവലാതികൾ അടുത്ത 1-2 ശ്ലോകങ്ങളിൽ കൂടി തുടരുകയാണ്. അതിനുശേഷം തങ്ങൾ ഇത്ര വലിയൊരു മഹാപാപമാണല്ലോ ചെയ്യുന്നത് എന്നോർത്ത് അർജുനൻ തളർന്ന് അവശനായി എന്തൊക്കെ വന്നാലും താൻ ഈ യുദ്ധം ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുകയാണ്. അത് ഭഗവാനോട് പറയുന്നതാണ് അടുത്ത 1-2 ശ്ലോകങ്ങളിൽ. അത് നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.
ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഹരിഃ ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു.